ഹായ്, ഡ്രീമേഴ്സ് വേൾഡ് മലയാളത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. ഞാൻ ഒരുപാട് നാളായി ഇപ്പൊ വ്ളോഗൊക്കെ ഇട്ടിട്ട്. അപ്പൊ ഇന്ന് ഓണം വിശേഷങ്ങൾ പറയാനായിട്ടാണ് ഇടുന്നത്. നമ്മള് ഇത്തവണ നാട്ടിലേക്ക് ഓണത്തിന് പോകുന്നില്ല, നാഗർകോവിൽ തന്നെയാണ് സ്റ്റേ. അപ്പം ഒരു മടിയായിരുന്നു, തന്നെ രണ്ടുപേര് തന്നെയല്ലേ, അപ്പൊ എന്ത് ആഘോഷിക്കാനെന്നൊരു മൈൻഡിലൊക്കെ ഇരിക്കുമായിരുന്നു. പിന്നീട് ഓർത്ത് വർക്ക് ചെയ്യുന്ന ഓഫീസിൽ കുറച്ച് കൊടുക്കാം, കാ വറുത്ത് കൊടുക്കാം, പിന്നെ നമ്മുടെ നെയ്ബറുണ്ട് അവർക്ക് കൂടെ കുറച്ച് കൊടുക്കാം എന്നൊക്കെ പ്ലാൻ ഇട്ടു. അതിന്റെ പേരിൽ കുറച്ച് കാ മേടിച്ചു, ഒരു 3.5 കിലോ കാ മേടിച്ചിട്ടുണ്ട്. അപ്പൊ അത് വറക്കുന്ന പരിപാടിയാണ് ഇപ്പൊ തുടങ്ങാൻ പോകുന്നത്. ഇപ്പൊ ക്ലാസ് ഒക്കെ കഴിഞ്ഞൊന്ന് ഫ്രീ ആയത്, ഒരു 9:30 ഒക്കെ ആയിപ്പോ. അപ്പൊ എന്തായാലും ചെയ്തേക്കാം എന്ന് വിചാരിച്ചു. എനിക്കൊരു 2 hours മതി ഫിനിഷ് ചെയ്യാൻ. ഞാൻ പെട്ടെന്ന് തന്നെ ഒരു സിനിമ വെക്കും, സാധാരണ ചെയ്യുന്ന അങ്ങനെയാണ്, ഒരു സിനിമ വെക്കുക, എന്നിട്ട് ആ സിനിമ തീരുമ്പോഴത്തേക്കും എൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ ഈ ഒരു കുട്ടി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന 3.5 കിലോ കായാണ്. അപ്പം നമുക്കൊരു ചെരുവത്തിലോ എന്തെങ്കിലും മുഴുത്തൊരു പാത്രത്തിലോ കുറച്ച് വെള്ളം കൂടി എടുത്ത് വെക്കണം. നമ്മുടെ കയ്യിൽ പാത്രം വളരെ കുറവാണ്, നമ്മൾ വാടകയ്ക്കല്ലേ താമസിക്കുന്നത്. അപ്പം കുറച്ച് പാത്രം വെച്ചിട്ടുള്ള പരിപാടികളാണ് എല്ലാം. അപ്പോൾ ആദ്യമേ നമുക്ക് ഇതാക്കാം. ഇങ്ങനെ കായ എടുത്ത് രണ്ടറ്റം ഒന്ന് കണ്ടിച്ച് കളഞ്ഞിട്ട് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. പിന്നെ നടുക്കനെ ഒന്ന് പൊളന്ന് കൊടുക്കുക, പിന്നെ അതിൻ്റെ തൊലിയെല്ലാം ഒന്ന് മാറ്റി മാറ്റി എടുക്കുക. അപ്പോൾ ഫുൾ ആ ഒരു 3.5 കിലോ കായ നമുക്ക് അങ്ങനെ ആ തൊലിയെല്ലാം മാറ്റി ആ വെള്ളത്തിലേക്ക് ഇട്ടെടുക്കാം. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മളെല്ലാ കായയും പൊളിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഫൈനൽ ലാസ്റ്റ് കായാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതും കൂടെ പൊളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കായൊക്കെ എല്ലാം പൊളിച്ച് കഴിഞ്ഞു. കുറച്ച് നേരം നമുക്ക് വെള്ളത്തിലൊന്ന് ഇട്ട് വെക്കാം. നമ്മളെല്ലാം പൊളിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ കൈയുടെ അവസ്ഥയാണ് കേട്ടോ. ഈ തള്ളവിരൽ രണ്ടും ഇങ്ങനെ ആ ഒരു കായുടെ കറ കാരണം ഇങ്ങനെ കറുത്തിരിക്കും. നമ്മൾ കായ ഇങ്ങനെ പൊളിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ പറ്റുന്നത്. ഇപ്പം ഞാൻ ആ കായിലെ വെള്ളമെല്ലാം കളഞ്ഞ് ആ കറ പറ്റിയിരുന്ന ഭാഗമൊക്കെ ഒന്ന് ചിരണ്ടി കളഞ്ഞ് ഒന്ന് ഫ്രഷ് ആക്കി വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് നേരത്തേക്ക് ഒന്ന് നമുക്ക് വെക്കാം. അതിന് ശേഷം നമുക്ക് പാത്രം അടുപ്പിൽ വെച്ച് ഒന്ന് നന്നായിട്ട് ചൂടാക്കണം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ ഇങ്ങനെ തന്നെ താമസിക്കുന്ന ആൾക്കാർക്കൊക്കെ എന്തായിരിക്കും, പാത്രങ്ങൾ വളരെ കുറവായിരിക്കും അല്ലേ. അപ്പം നമുക്ക് ഇതുപോലെ കുറച്ച് പാത്രങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് പല കറികളും ഒക്കെ വെക്കുന്നതാണല്ലോ. അപ്പം ഞാൻ എന്ത് ചെയ്തു, കുറച്ച് നേരത്തേക്ക് നമ്മൾ കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് തിളപ്പിക്കുക. അപ്പോൾ ആ ഒരു കറിയുടെയൊക്കെ എസൻസ് ഒക്കെ ഉണ്ടെങ്കിലും അതെല്ലാം ഒന്ന് പോയി കിട്ടും. പിന്നെ മണമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെള്ളം തിളപ്പിച്ച് പാത്രം ഒന്ന് ഇതാക്കിയെടുക്കുന്നത്. അതിന് ശേഷം നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഒരിച്ചിരി ഓയിലും കൂടെ ഒഴിച്ച് ഒന്ന് കറക്കി ചുറ്റി ആ ഓയിലും അങ്ങ് കളഞ്ഞേക്കാം. അപ്പോൾ നമ്മൾ എന്താണോ കറി അതിന് മുന്നേ വെച്ച് അതിൻ്റെതായ ഒന്നും തന്നെ പിന്നെ ആ പാത്രത്തിൽ ഉണ്ടാവില്ല. പാത്രം നന്നായിട്ട് ഡ്രൈ ആയി കഴിയുമ്പോഴത്തേക്കും നമുക്കിനി എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ 1 കിലോ ഓയിലാണ് എടുക്കുന്നത്. ഓയിലാണ് നമ്മളിപ്പോൾ ഇവിടെ വറുത്തെടുക്കാനായിട്ട് പോകുന്നത്. പാത്രത്തിനനുസരിച്ചുള്ളതാണ് കേട്ടോ എടുക്കുന്നത്. ഇച്ചിരിയുടെ വീതിയുള്ള പാത്രമാണെങ്കിൽ നമുക്ക് 1 കിലോ എണ്ണയിൽ തന്നെ ഒരു 2-3 ട്രിപ്പ് കൊണ്ട് തന്നെ ഇതൊക്കെ വറുത്തെടുക്കാവുന്നേ ഉള്ളൂ. നമ്മുടെ ചെറിയ പാത്രം ആയതുകൊണ്ട് ഒരു 2-3-4 തവണയായിട്ടേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതൊക്കെ ഒന്ന് വറുത്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഞാൻ 1 കിലോ എണ്ണ ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് എണ്ണ ചൂടാകുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ടാണ് അരിയാൻ പോകുന്നത്. നേരത്തെയൊക്കെയെന്ന് വെച്ചാൽ കൈ വെച്ചിട്ട് നമ്മൾ കുറേ നേരം ഇരുന്ന് അരിഞ്ഞ് മുറത്തിലോ അല്ലെങ്കിൽ വീതിയുള്ള പാത്രത്തിലോ ഒക്കെ അരിഞ്ഞ് വെച്ചതിന് ശേഷം പിന്നീട് വറക്കാൻ തുടങ്ങുകയൊക്കെ ആയിരുന്നു ചെയ്യുന്നത്. അപ്പോൾ കുറച്ചുകൂടെ ടൈം കൺസ്യൂമിങ് ആണത്. പക്ഷെ ഇങ്ങനെ നമ്മൾ ഈ പാത്രം ഇങ്ങനെ അരിയുന്ന ബ്ലേഡ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ എളുപ്പത്തിന് നമുക്ക് പണി കഴിയും. അപ്പോൾ ഞാൻ എണ്ണ ചൂടായി വരുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നല്ലതായിട്ട് ഇങ്ങനെ കുമിളകളായിട്ട് ഇങ്ങനെ പൊന്തി വരുന്നുണ്ടായിരിക്കും. നന്നായി ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു സാമ്പിളിന് എണ്ണ നന്നായി ചൂടായോ ഇല്ലയെന്ന് അറിയാനായിട്ട് ഒരു കുഞ്ഞ് നമ്മൾ അരിഞ്ഞ ഒരു പീസ് ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് മൂക്കുന്നുണ്ട്, നന്നായിട്ട് ഇങ്ങനെ എയർ ബൗൾസ് വരുന്നുണ്ടെങ്കിൽ എണ്ണ ചൂടായെന്നാണ് അർത്ഥം. ഇനി നമുക്ക് അരിഞ്ഞിടാം. അരിയുമ്പോൾ ശ്രദ്ധിക്കണം, ഇതുപോലെ നീളമുള്ള ബ്ലേഡ് എടുക്കുന്നതായിരിക്കും നല്ലത്. അതാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്നുള്ള ചൂട് കുറച്ചേ അടിക്കത്തുള്ളൂ. പിന്നെ ഇങ്ങനെ പാത്രം ഒന്ന് കറക്കി കൊടുത്ത് വേണം അരിയാനായിട്ട്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുകയെന്ന് ചോദിച്ചാൽ ഒന്നിൻ്റെ മേലെ ഒന്നായിട്ട് പീസ് വീഴുമ്പോഴത്തേക്കും അത് ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഒട്ടിപ്പിടിച്ച് കട്ടയായിട്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ചിപ്സിൻ്റെ ടേസ്റ്റ് അപ്പാടെ പോകും അല്ലേ. അകഭാഗമൊക്കെ വെന്ത് ഇരിക്കും, നന്നായിട്ട് മൂത്തിട്ടുണ്ടായിരിക്കത്തില്ല. അപ്പോൾ എന്ത് ചെയ്യുക, ഇങ്ങനെ കറക്കി അരിയുക. പിന്നെ ഈ ബ്ലേഡ് ആകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ആദ്യമായിട്ടൊക്കെ അരിയുന്നവരാണെങ്കിൽ അത് ഏറ്റവും കായുടെ അറ്റഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ പതുക്കനെ ആ സ്പീഡ് കുറച്ച് പതുക്കനെയാക്കി എടുക്കാനും ശ്രദ്ധിക്കണം.
ഞാനിവിടെ ഇപ്പോൾ നമ്മുടെ പാത്രത്തിൻ്റെ ഒരു വീതിയും എല്ലാം കൊണ്ട് ഒരു 2 കായാണ് എടുത്തിട്ടുള്ളത്. ഒരെണ്ണം എന്ന് പറഞ്ഞാൽ നല്ല വലുപ്പമുള്ളൂ, ഒരെണ്ണം വലുപ്പം കുറഞ്ഞുമായിട്ടുള്ള 2 കായാണ് ഇപ്പോൾ ഇതിലേക്ക് അരിഞ്ഞിട്ടിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഒന്നെങ്കിൽ ചട്ടകം വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലത്തെ തവി വെച്ചിട്ടോ ഒന്ന് നന്നായിട്ടൊന്ന് ഇങ്ങനെ പതുക്കനെ കുഴയ്ക്കരുത്, ജസ്റ്റ് ഒന്ന് അനക്കി കൊടുക്കുക. അപ്പം മുങ്ങാത്ത കായൊക്കെ ഉണ്ടെങ്കിൽ ആ എണ്ണയിലേക്ക് നന്നായിട്ട് മുങ്ങി ഒന്ന് റെഡിയായിട്ട് വരും. ഞാൻ ആദ്യമായിട്ട് കാ വറക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് വയ്യാതിരുന്നതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ഒരു +1 +2 ഏജ് തൊട്ടേ നമ്മൾ ഈ അടുക്കള പരിപാടിയിലേക്ക് കടന്നതാണ്. അപ്പോൾ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ലല്ലോ. അപ്പോൾ അമ്മ വന്നിട്ട് ഇങ്ങനെ മൂക്കാറാകുമ്പോഴത്തേക്ക് പറഞ്ഞു തരും, മൂക്കാറായി ഇപ്പോൾ വാരിക്കോ എന്ന് പറഞ്ഞ് പറഞ്ഞു തരും. അപ്പോൾ നമുക്ക് അമ്മച്ചി ഒരു ദിവസം ആദ്യത്തെ തവണ വരാനായിട്ട് ഇച്ചിരി ലേറ്റായി. ഞാൻ ഇളക്കിക്കൊണ്ടേയിരുന്നു. അപ്പോൾ ഇങ്ങനെ കറുക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ഡൗട്ട്, ഞാൻ പെട്ടെന്ന് അമ്മേനെ വിളിച്ച്, അമ്മ ഇത് കറുത്തെന്ന് പറഞ്ഞപ്പോൾ അമ്മ വന്നിട്ട് പറഞ്ഞു, അയ്യോ അത് കരിഞ്ഞു, അത് മൂത്ത് പോയി എന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് കോരി. പിന്നെയാണ് എനിക്ക് മനസ്സിലായത്, ആ നടുക്ക് ഭാഗം ഉണ്ടല്ലോ, നമ്മൾ വറക്കാൻ നേരത്തെ എപ്പോഴും കായുടെ ആ നടുക്ക് ഭാഗമാണ് ശ്രദ്ധിക്കേണ്ടത്. അവിടെ ചെറിയ കളർ വ്യത്യാസം വന്ന് തുടങ്ങുമ്പോൾ നമ്മൾ കോരുക എന്നുള്ളതാണ് കേട്ടോ. ഇപ്പോൾ ഒത്തിരി മൂപ്പറിയാൻ അറിയത്തില്ലാത്ത ആദ്യമായിട്ടൊക്കെ വറക്കുന്നവർക്കൊക്കെ സംശയം കാണും. അപ്പോൾ ആ നടുക്ക് ഭാഗം ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ അരിഞ്ഞിട്ട് ഓരോ പീസിൻ്റെ നടുക്ക് ഭാഗം ആ കറുത്ത കുഞ്ഞു കുഞ്ഞു ഡോട്ട്സ് ഉണ്ടല്ലോ, അപ്പോൾ അവിടെ ഇച്ചിരി മൂത്ത് വരുന്നതാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറഞ്ഞാൽ. അവിടെ ഇച്ചിരി മൂത്തൊരു കളർ വ്യത്യാസം വന്നാൽ നമുക്കപ്പോഴേ കോരി മാറ്റാവുന്നതാണ്. ആദ്യത്തേത് ഞാൻ കോരി മാറ്റിയിട്ടുണ്ട്. ഞാനപ്പോൾ അത് വീഡിയോ റെക്കോർഡ് ചെയ്തായിരുന്നു, പക്ഷെ അത് റെക്കോർഡായില്ല കോരി മാറ്റുന്നത്. അപ്പോൾ അടുത്തത് നമ്മൾ കോരി മാറ്റി കുറച്ച് നേരം ഒന്ന് എണ്ണ ഒന്ന് വെച്ചിട്ട് വേണം രണ്ടാമത് ഇടാനായിട്ട് കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ ട്രിപ്പ് ഞാൻ ഇടുകയാണ്. ആ കോരി വെച്ചതിന് ശേഷം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഉപ്പുപൊടി കുറച്ചൊന്ന് തൂളി കൊടുക്കുകയാണ് ചെയ്യുന്നത്. കായ്ക്കകത്ത് ഞാൻ മഞ്ഞൾപ്പൊടി ഇടാറില്ല, ഓൾറെഡി മഞ്ഞ നിറം ഉണ്ടല്ലോ, പിന്നെ ആ ഒരു മഞ്ഞൾപ്പൊടിയുടെ ചുവയും കൂടെ വരുന്നത് എനിക്കിഷ്ടമല്ല. അങ്ങനെ ഇനിയിപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇടണമെന്ന് ഉള്ളവരാണെങ്കിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കിയതിന് ശേഷം നമ്മൾ കായെന്ന് ഏകദേശം മൂത്ത് വരുന്ന പരുവാകുമ്പോഴത്തേക്ക് എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യുന്ന ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. ഉപ്പുപൊടി ഒന്ന് തൂളി കൊടുത്തിട്ട് പാത്രം ഒന്ന് കൊട്ടി എടുക്കും. അപ്പോൾ നന്നായിട്ട് ആ ഉപ്പ് ആ കായിലേക്ക് എല്ലാം പിടിച്ചിട്ടുണ്ടായിരിക്കും. വറുത്തതിന് ശേഷമാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അങ്ങനെ ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മൾ ആദ്യത്തെ 2 ട്രിപ്പ് കോരിയിരിക്കുകയാണ്. ഇങ്ങനെ തണുക്കാൻ വെക്കും. ആദ്യത്തെ വാരിത് ഒരു സൈഡ് നന്നായി നിരത്തിയിടും. നമ്മൾ സാധാരണ വീട്ടിലൊക്കെയാണ് മുറത്തിലാണ് ഇങ്ങനെ നിരത്തിയിടുക, പേപ്പറൊക്കെ ഇട്ട് മുറത്തിൽ നിരത്തിയിടും. ഇപ്പം നമുക്കതില്ലാത്തതുകൊണ്ട് ഞാൻ ടേബിളിൽ നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു പേപ്പർ വിരിച്ചിട്ട് അതിലേക്ക് നിരത്തിയിടുകയാണ്. അപ്പം നന്നായിട്ട് ചൂട് പോയി നമുക്ക് കിട്ടും. അപ്പോൾ ഇനി ഇങ്ങനെ ഓരോ തവണയായിട്ട് നമ്മൾ ചെയ്യുകയാണ്. വലിയ പാത്രമാണെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെയാണെങ്കിൽ നമുക്ക് വലിയ ഉരുളിയൊക്കെ ഉണ്ടായിരിക്കില്ല. അപ്പോൾ അതിലോട്ടിട്ടൊരു 3 ട്രിപ്പ് കൊണ്ട് കഴിയാവുന്ന സാധനമുള്ളൂ നമ്മുടെ കയ്യിൽ. പക്ഷേ നമ്മുടെ ചെറിയ പാത്രം ആയതുകൊണ്ട് ഇത്രയും തവണ എടുക്കുന്നത്. അപ്പോൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന ആൾക്കാരാകാം, അല്ലെങ്കിൽ ഞങ്ങളെപ്പോലെ ജോലിക്കായിട്ട് ഇങ്ങനെ വാടകയ്ക്ക് നമ്മളൊരു വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരാവാം. അങ്ങനെയുള്ളവർക്ക് ചിലപ്പം സാഹചര്യം കൊണ്ട് വീട്ടിലേക്ക് പോകാൻ പറ്റാത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കായാകുമ്പോൾ എല്ലായിടത്തും തന്നെ കിട്ടുമല്ലോ, ചക്ക കിട്ടാനാണ് പാട് വരുന്നത്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, എന്നാൽ പിന്നെ ചെയ്യണ്ട അങ്ങനെയൊന്നും വിചാരിക്കണ്ടല്ലേ. അറിയത്തില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യമേ 1 കിലോയൊക്കെ മേടിച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആദ്യമേ ഒരു കാ മാത്രമല്ലേ, ഒരു പകുതി കായ ഒന്ന് അരിഞ്ഞ് ഒന്ന് പരീക്ഷിച്ച് ഒന്ന് പരുവം കിട്ടിക്കഴിഞ്ഞാൽ എളുപ്പമാണ് കേട്ടോ. നമ്മൾ വലിയ സംഭവമാണ് എന്ന് വിചാരിക്കാതെ ഒന്ന് ശ്രമിച്ചാൽ ഇതൊക്കെ നമുക്ക് സാധിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇങ്ങനെയാണ് കേട്ടോ. കോരുമ്പോഴത്തേക്ക് നമ്മളൊന്ന് നന്നായിട്ട് ഇങ്ങനെ പൊക്കം താക്കം ചെയ്യുമ്പോഴത്തേക്ക് അതിലെ എണ്ണ നല്ല രീതിക്ക് ഒന്ന് ഊറി കിട്ടും. പിന്നെ നമ്മൾ ആ എണ്ണ പോകുന്ന തരത്തിലുള്ള പാത്രത്തിലേക്ക് കൂടെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇച്ചിരി കൂടെ ഫ്രീ ആയിട്ട് നല്ലതായിട്ട് തന്നെ എണ്ണ മാറി നല്ലതായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ശ്രദ്ധിച്ചു, ഇപ്പോൾ കുറച്ച് വെച്ചാൽ കോരാൻ പറ്റുന്നെങ്കിൽ കുറച്ച് വെച്ച് കോരുമ്പോൾ നമ്മളൊരിച്ചിരി തീ കുറച്ച് വെക്കുക, അത്രേ ശ്രദ്ധിക്കേണ്ടേ ഉള്ളൂ. അത് കഴിഞ്ഞ് കോരിക്കഴിഞ്ഞ് നല്ല ഫ്ലെയിമിൽ തന്നെ വെച്ച് എണ്ണയൊന്ന് ചൂടായി ഒന്നുകൂടെ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത തവണത്തേക്കുള്ളത് ഇടാവുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ കുറേ കോരി എടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ല ഉണക്ക പാത്രം എടുക്കുക. അത് ഞാൻ മീഷോന്ന് മേടിച്ചതാണ്. നന്നായിട്ട് കഴുകി തുടച്ച് ഒരു വെള്ളാംശം പോലും ഇല്ലാതെ എടുക്കുക. എന്നിട്ട് താഴേക്ക് ഒരു ടിഷ്യൂ പേപ്പർ, ഏറ്റവും താഴെ ഒരു ടിഷ്യൂ പേപ്പർ ഇട്ടതിന് ശേഷം ഇടുക. അപ്പോൾ എന്തെങ്കിലും എണ്ണ അതിൽ നിന്ന് വരുന്നതൊക്കെ ഈ ടിഷ്യൂ പേപ്പറിൽ പോയി കിടന്നോളൂല്ലോ. അപ്പം അത് ആ ഫ്രഷ്നെസ്സോടുകൂടി തന്നെ ഇരുന്നോളും. നമുക്കിതെല്ലാം ആദ്യത്തെ ട്രിപ്പ് നന്നായി തണുപ്പ് പോയതിന് ശേഷം മാത്രം ടിന്നിലേക്ക് ഇട്ട് അടച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കാം.
അങ്ങനെ നമ്മുടെ പാത്രം എന്താ നിറഞ്ഞിരിക്കുകയാണ്. ഇതിൽ ലാസ്റ്റ് ഈ ബാച്ചും കൂടെ ഉണ്ട്, അതും കൂടി ഇട്ട് കഴിയുമ്പം കംപ്ലീറ്റ് ആയി. അങ്ങനെ നമ്മൾ കായെല്ലാം വറുത്ത് കഴിഞ്ഞു. ഞാൻ ആപ്പാടെ വേർത്ത് ഒരവസ്ഥയായി. അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.